നമസ്കാരം. നേപ്പാളിൽ നടക്കുന്നത് എന്താണ്? സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ വലിയൊരു കലാപമാണ് ഇപ്പോൾ നേപ്പാളിൽ നടന്നത്. ആ കലാപത്തിൻ്റെ ഫലമായി നേപ്പാളിൽ നിലനിന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ രാജിവെച്ചു. പ്രധാനമന്ത്രിയായ KP ശർമ്മ ഒലി, അദ്ദേഹം നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം രാജിവെച്ച് രായ്ക്ക് രാമാനം ആകാശമാർഗം രാജ്യം വിട്ടോടി. മറ്റേതോ രാജ്യത്ത് അഭയം പ്രാപിച്ചു എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഇടക്കാല പ്രധാനമന്ത്രിയായി അവിടുത്തെ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ തീരുമാനിച്ചു. സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു. നേപ്പാളിലെ പാർലമെന്റ് പിരിച്ചുവിട്ടു. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇനി അവിടെ പുതുതായി തെരഞ്ഞെടുപ്പ് നടക്കണം. അത് സമാധാനപരമായി നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്താണ് നേപ്പാളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഹിമാലയങ്ങളുടെ ഹൃദയഭൂമിയാണ് നേപ്പാൾ. സാക്ഷാൽ ദേവന്മാരുടെ രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന നേപ്പാൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ രാജവംശ ചരിത്രവും പാരമ്പര്യവും മതവും നിറഞ്ഞ ഒരു രാജ്യം. 2008 മെയ് 28 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് നേപ്പാൾ എന്ന പേരിൽ പിറന്ന ഈ നേപ്പാൾ എന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പമുള്ള റിപ്പബ്ലിക്കാണ്. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു രാജ്യം. 17 വർഷം മാത്രം പ്രായമുള്ള ആ രാജ്യത്ത് ഇതിനു മുമ്പ് എന്തായിരുന്നു സ്ഥിതി എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചരിത്രമാണ്. നമുക്ക് അതൊന്ന് ചുരുക്കി മാത്രമേ പറഞ്ഞു കടന്നു പോകാൻ കഴിയൂ. ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ കിടക്കുന്ന കടൽ കാണാത്ത ഒരു ഭൂപ്രദേശമാണ് ഈ നേപ്പാൾ. ഏതാണ്ട് 90% ആളുകൾ ഹിന്ദുമത വിശ്വാസികളാണ്. എവറസ്റ്റ് കൊടുമുടി ഉൾപ്പെടെ ഏറ്റവും ഉയരമേറിയ കൊടുമുടികളിൽ 8 ഇവിടെയുണ്ട്. ടൂറിസം മേഖലയിലും മനോഹരമായ ക്ഷേത്രങ്ങളാലും ഈ രാജ്യം പ്രശസ്തമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ നഗരമായ കാഠ്മണ്ഡുവാണ് ഇതിൻ്റെ തലസ്ഥാനം. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ താമസിച്ചിരുന്ന കാലത്ത് 2 തവണ നേപ്പാൾ സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. മലയാളികളല്ലാത്ത സുഹൃത്തുക്കളുമുണ്ട് എനിക്കവിടെ. നമുക്ക് പോകാനും വരാനും ഒന്നും വലിയ തടസ്സങ്ങളൊന്നുമില്ല നേപ്പാളിലേക്ക്. വിസയും പാസ്പോർട്ടും ഒന്നും ആവശ്യമില്ല, പാസ് മാത്രം മതി. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇന്നത്തെ കാഠ്മണ്ഡു പ്രദേശത്ത് ജനവാസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ശിലായുഗ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ചരിത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന് മുൻപ് ടിബറ്റോ ബർമൻ വംശജരും ഇൻഡോ ആര്യന്മാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഒരു നിഗമനം. എന്ന് വെച്ചാൽ പുരാതന ഭാരതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു പണ്ട് ഈ നേപ്പാൾ. ഈ ടിബറ്റോ ബർമൻ എന്ന വിഭാഗം സത്യത്തിൽ ഇന്ത്യൻ ഗോത്രവർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ മിസോറാം, അരുണാചൽ പ്രദേശ്, സിക്കിം, ആസാം, മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജനവിഭാഗം ഈ ടിബറ്റോ ബർമൻ വംശപരമ്പരയിൽ നിന്ന് ഉണ്ടായതാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇൻഡോ ആര്യൻ ഗോത്രക്കാരും അവിടെ താമസം തുടങ്ങുന്നു. ഈ 2 വിഭാഗങ്ങളും സങ്കരമായി ഇടപെട്ട് ജീവിക്കുന്ന കാലത്ത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ രൂപപ്പെടുന്നു. ആദ്യം ഈ പ്രദേശങ്ങൾ മൗര്യ രാജവംശത്തിൻ്റെയും പിന്നീട് ഗുപ്ത രാജവംശത്തിൻ്റെയും കീഴിലായിരുന്നു എന്നാണ് കരുതുന്നത്. പല നാട്ടുരാജ്യങ്ങളും പരസ്പരം മത്സരിച്ചും കീഴ്പ്പെട്ടും സന്ധി ചെയ്തും വളർന്നും തളർന്നും തകർന്നുമൊക്കെ പിന്നീട് വലിയ രാജവംശങ്ങളുണ്ടായി. ലിച്ചാവീസ്, നേവർ, ചാലൂക്യ തുടങ്ങിയ രാജവംശങ്ങൾ പലരും നേപ്പാളിൽ ഒരു കാലത്ത് അധികാരത്തിലുണ്ടായിരുന്നു. ഈ രാജവംശങ്ങളുടെ അധികാരം തുടരുമ്പോൾ തന്നെ സമാന്തരമായി അവിടെയെല്ലാം ജനാധിപത്യ ഭരണത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ഉയർന്നിരുന്നു. അങ്ങനെ ഈ ജനാധിപത്യത്തിനായി നിലകൊള്ളുന്ന കൊച്ചു കൊച്ചു സംഘടനകളും അവിടെ രൂപപ്പെട്ടു. ആ സംഘടനകളുടെ ശ്രമഫലമായി കക്ഷിരഹിത പാർലമെന്റ് നിലവിൽ വന്നു. അന്ന് ഈ പാർലമെന്റുകൾ രാജാവിന് നിർദ്ദേശം നൽകുന്നവർ എന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ രാജാവിന് ഇഷ്ടവും താല്പര്യവുമുള്ളവരെയാണ് ഈ സ്ഥാനങ്ങളിൽ കുത്തിത്തിരുകി പാർലമെന്റ് ഉണ്ടാക്കിയതെന്നും അതിൽ അംഗങ്ങളായി വരുന്നവർ രാജാവിൻ്റെ വെറും ഏറാൻമൂളികൾ മാത്രമായിരുന്നു എന്നതും ഒരു സത്യമാണ്. നമുക്കും സുപരിചിതമായ ഒരു ഭരണരീതിയായിരുന്നു അത്. നമ്മുടെ തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ രാജഭരണം നിലനിൽക്കുമ്പോൾ തന്നെ
ഒരു നിയമസഭ, അതും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഭ സമാന്തരമായി ഉണ്ടായിരുന്നു. അതേ സംവിധാനത്തിൽ തന്നെയാണെങ്കിലും നേപ്പാളിലെ പാർലമെന്റ് കക്ഷിരഹിത പാർലമെന്റായിരുന്നു. ആ കാലഘട്ടത്തിൽ നേപ്പാൾ ഭരിച്ചിരുന്നത് റാണ ഭരണകൂടമാണ്. നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വംശീയ വിഭാഗമായ ഛേത്രികൾക്ക് കൂടുതൽ സ്വാധീനമുള്ള രാജവംശമാണ് ഈ റാണ രാജവംശം. 1846 മുതൽ ഏതാണ്ട് 104 വർഷക്കാലം ഈ റാണ ഭരണകൂടം നേപ്പാൾ ഭരിച്ചു. ഏതെങ്കിലും ഒരു രാജവംശം തുടർച്ചയായി അത്രയും കാലം നേപ്പാൾ മുൻപ് ഭരിച്ചിട്ടില്ല. ഖാസകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാസ രാജ്യം, ഗൂർഖകളുടെ ഗൂർഖ സാമ്രാജ്യം, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് നേപ്പാളിൻ്റെ ഒരു ആന്തരിക രൂപം. ഈ ഛേത്രികൾ സത്യത്തിൽ ഖാസ് ജനതയുടെ ഒരു ഭാഗമാണ്. ഇവരുടെ ഭാഷ ഇൻഡോ ആര്യൻ നേപ്പാളി ഭാഷയായ ഖാസ്കുറ അല്ലെങ്കിൽ ഖസക്കുര എന്ന ഭാഷയാണ്. രജപുത്ര വംശാവലിയുമായി ബന്ധപ്പെട്ടവരാണ് ഈ ഛേത്രികൾ. ഒരു കാലത്തിനപ്പുറം നേപ്പാൾ ഭരിച്ച കുൻവാർ കുടുംബത്തിലെ ഒരു സന്തതി ശാഖയാണ് ഈ റാണ രാജകുടുംബം. നേപ്പാളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സ്വേച്ഛാധിപതികളായ രാജാക്കന്മാരായിരുന്നു ഈ റാണ രാജവംശം. നേപ്പാളിനെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിർത്തിയാണ് ഇവർ ഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് നടക്കുന്ന ഒരു മാറ്റങ്ങളും നേപ്പാൾ അറിഞ്ഞിരുന്നില്ല. എന്നാലും 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ നേപ്പാൾ സൈന്യം പങ്കെടുത്തു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സൈന്യമെന്നറിയപ്പെടുന്ന ഗൂർഖ സൈന്യം പല രാജ്യങ്ങൾക്ക് വേണ്ടിയും പലരോടും യുദ്ധം ചെയ്തിട്ടുണ്ട് ആ കാലങ്ങളിൽ. ഗൂർഖകളുടെ ആ ശക്തിയും ബുദ്ധിയും കിട്ടിയ വിലയ്ക്ക് വിറ്റ് പുട്ടടിച്ചിട്ടുണ്ട് എല്ലാ കാലത്തെയും രാജാക്കന്മാരും പിന്നീട് അധികാരത്തിലെത്തിയ ജനകീയ സർക്കാരുകൾ. ഗൂർഖ റെജിമെന്റ് എന്ന പ്രത്യേക സൈന്യം ഇന്ത്യൻ ആർമിയോടൊപ്പം ബ്രിട്ടീഷ് കാലം മുതൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരൻ ഒഴിഞ്ഞെഴുതി പോയപ്പോൾ ഒരു ഗൂർഖ റെജിമെന്റിനെ കൂടെ അവർ കൊണ്ടുപോയി. അതാണ് ഗൂർഖകളുടെ പോരാട്ട വീര്യം.